ഒരു വ്യാഖ്യാനം, വുളു എടുത്തതിന് ശേഷം പാത്രത്തിൽ കിടക്കുന്ന വെള്ളം. നാം ഇപ്പോൾ ഒരു കിണ്ടി കൊണ്ട് വുളു എടുക്കുകയാണ്. അപ്പോൾ വുളു എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ അവശേഷിക്കുന്ന വെള്ളം അതിന് ഫള് എന്ന് പറയാറുണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു. ഇത് ഒരർത്ഥമാണ്. മറ്റൊരർത്ഥം, അല്ല, അള്ളാഹുവിന്റെ റസൂല് വുളു എടുക്കുമ്പോൾ താടിയിൽ നിന്നും കയ്യിൽ നിന്നുമൊക്കെ ഇറ്റി താഴോട്ട് പോകുന്ന വെള്ളമില്ലേ, അത് നിലത്ത് വീഴാൻ സമ്മതിക്കാതെ അത് കിട്ടുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു. ഈ വെള്ളം കിട്ടിയിട്ട് അവർക്ക് എന്താ പരിപാടി? നമ്മുടെ പ്രമാണത്തിൽ പറയുകയാണ്, അത് ശരീരത്തിലൊക്കെ പുരട്ടലായിരുന്നു. ആ തിക്കിൽ കിട്ടാതെ പോയവർ എന്തു ചെയ്യും? ആരുടെ ശരീരത്തിലാണോ പുരട്ടിയിട്ടുള്ളത് അവരുടെ സമ്മതപ്രകാരം അവരുടെ ദേഹത്തിൽ നിന്ന് പകർത്തും. സ്വല്പം ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളെ, ഈ ഫള് എന്ന് പറയുന്നത് ഒന്നാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് പറഞ്ഞാലും രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് പറഞ്ഞാലും നേരത്തെ ഈ പാത്രത്തിൽ ഉണ്ടായിരുന്നതല്ലാത്ത ഒരു മഹിമ ഈ വെള്ളത്തിന് ആ വിശ്വാസികൾ കൽപ്പിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അവനവനോടുത്ത വുളുവിന്റെ ഫളിൽ നിന്ന് സ്വല്പം കുടിക്കൽ സുന്നത്താണ്. പക്ഷേ ആരും ദേഹത്ത് പുരട്ടാൻ മതം പറയുന്നില്ല. തന്റെ ഫള് സ്വല്പം കുടിക്കാനേ പറയുന്നു, ദേഹത്ത് പുരട്ടാൻ പറയുന്നു. തങ്ങളുടെ ഫള് എടുത്തിട്ട് അവർ ദേഹത്ത് പുരട്ടുന്നു എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ ഒരാൾ വുളു എടുത്താൽ ഉണ്ടാകുന്ന ഫള്, ആ ഫളിന് കിട്ടുന്ന മഹിമയല്ലാത്തൊരു മഹിമ ഈ കിണ്ടിയിലേക്ക് അവതരിച്ചു എന്നർത്ഥം. അതേതാ? അള്ളാഹുവിന്റെ റസൂലിന്റെ മഹിമയാണ്. ഇതാണ് മമ്പുറന്തങ്ങൾ വഴി കേരളത്തിലെത്തുന്ന ഈമാൻ, വെള്ളത്തിന്റെ അംശമുള്ള ഈമാൻ എന്ന് പറയുന്നത്. അത് അതേ നിലക്ക് ശിർക്കാണ്, അത് വ്യക്തിപൂജയാണ് എന്നാണ് ആ സെയ്ദുൽ ഖത്താബ് എന്നിവിടെ യാറം പൊളിച്ചിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളായും കൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ നടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പറയുന്നത്. നാം നജിദിലേക്ക് പോകണമോ യമനിലേക്ക് പോകണമോ തീരുമാനിക്കേണ്ടത് എന്റെ സുഹൃത്തുക്കളെ നിങ്ങളാണ്. അൽ ഈമാനു യമാനിൻ, അള്ളാഹുവിന്റെ റസൂല് എല്ലാ അംഗീകാരം കൊടുത്തിട്ടുള്ള ഈമാൻ തന്നെ. നൂല് തരുന്നുണ്ടാകും നിങ്ങൾക്ക്, തങ്ങൾ നൂല് തരുന്നുണ്ടാകും. ഇസ്ലാമിന്റെ അന്തസ്സത്തയ്ക്ക്, അതിന്റെ നാരായ പേരിന് കത്തിവെക്കുന്നൊരു നിലപാടാണ് നൂലിന്മേൽ ഈമാൻ സങ്കല്പം എന്നാണ് ഈ ആളുകൾ നിങ്ങളോട് പറയുക. പക്ഷേ പ്രമാണങ്ങൾ അങ്ങനെയാണോ സംസാരിക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പാക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ കിട്ടാതെ പോയതിന്റെ പേരിൽ ഒരു പിതാവിന് മകന്റെ കാര്യത്തിലുള്ള നൊമ്പരം, ആ അഭാവത്തിന്റെ പേരിലുള്ള നൊമ്പരം, സബൂർ ചെയ്തുകൊണ്ട് തന്നെയുള്ള നൊമ്പരം, ആ നൊമ്പരത്തിൽ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതൊരു വസ്തുതയാണ്. വർഷങ്ങൾക്ക് ശേഷം ഗോതമ്പ് വാങ്ങിക്കാൻ യൂസുഫ് നബി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ ഈ ഫലസ്തീനിൽ നിന്നും നടന്ന് ഒട്ടകപ്പുറത്ത് കയറി അവർ ഈജിപ്തിൽ എത്തിച്ചേരുമ്പോൾ പലതവണ, അതിലെ അവസാനത്തെ തവണയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ് ഉപ്പായുടെ വാർത്ത. അപ്പോൾ അവർ പറയുന്നു, യൂസുഫിനെ കാണാത്തതിന്റെ പേരിൽ, നിങ്ങളെ കാണാത്തതിന്റെ പേരിൽ ഉപ്പാക്ക് ഇങ്ങനെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയി. ഇത് പറഞ്ഞപ്പോൾ മകൻ എന്താ ചെയ്യുന്നത്? ഈജിപ്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മകൻ പറയുന്നത്, ഇതൊരു വലിയ സാമ്രാജ്യമാണ്, ഈജിപ്ത് എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ മുഴുക്കെ മുടിച്ചൂടിയ മന്നനാണ് ഞാൻ, ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ എല്ലാ ഹോസ്പിറ്റലുകളും എന്റെ കീഴിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും വിദഗ്ധമായ രൂപത്തിൽ കണ്ണിന് ചികിത്സിക്കുന്ന ഡോക്ടർ ഇന്നാലിന്ന ഹോസ്പിറ്റലിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് ഉപ്പായെ
ഒരു ഒട്ടകപ്പുറത്ത് ഇവിടേക്ക് കൊണ്ടുപോവാ, നമുക്ക് ഇവിടെ കാണിച്ചിരുന്ന് ചികിത്സിക്കാം എന്ന് പറയുകയല്ല. അതല്ലെങ്കിൽ ഈ ഡോക്ടറെയും പിടിച്ചുകൊണ്ട് നമുക്ക് ഉപ്പായുടെ അടുത്തോട്ട് അങ്ങോട്ട് പോവാം എന്നും പറയുകയല്ല ചെയ്യും. പിന്നെന്താ? മഹാനവറുകൾ ഉടനെ ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസ്വീറാ. ഓഹോ, ഉപ്പായുടെ കണ്ണിന്റെ കാഴ്ച നശിച്ചുവല്ലേ? എന്നാൽ നിങ്ങളിതാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മറുഭാഗത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ വിശേഷിപ്പിക്കുന്ന വിശേഷമനുസരിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒളിഞ്ഞ മാർഗത്തിലൂടെ ഒന്ന് ചികിത്സിക്കൂ. തെളിഞ്ഞ മാർഗമല്ല നിർദ്ദേശിക്കുന്നത്, ഒളിഞ്ഞ മാർഗമാണ്. എന്റെ ഈ ഷർട്ട് നിങ്ങൾ കൊണ്ടുപോവുക, ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, എന്റെ ഉപ്പായുടെ മുഖത്ത് അതിനെ നിങ്ങൾ വെക്കുക. നൂല് എവിടെയാണ് കെട്ടേണ്ടത് എന്ന് പോലും പറഞ്ഞു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ഷർട്ടിൽ എത്ര നൂലുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. സാധാ പെങ്ങന്മാരുടെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു നൂലേ തരൂ. ഇത് നൂലിന്റെ ഒരു ചാകര, 10,000കണക്കിൽ നൂലിഴകൾ ഒന്നിച്ചാ തരുന്നത്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ. കെട്ടേണ്ടത് സാധാരണ തങ്ങന്മാർ തന്നാൽ തോള് കെട്ടാനൊക്കെ പറയാറുള്ളൂ. ഇത് സാക്ഷാൽ മുഖത്ത് തന്നെ കെട്ടാനാണ്. ഫഅൽഖൂഹു അലാ വജ്ഹി. എന്തുമാത്രം കടുത്ത ഒരു തെറ്റാണ് ഈ പ്രവാചകൻ ചെയ്തു കാണിച്ചിട്ടുള്ളത്. നമ്മുടെ മറുഭാഗത്ത് കഴിഞ്ഞുകൂടുന്നവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് അദ്ദേഹത്തിന് മഹാനവറുകൾക്ക് എത്ര സുഖമുണ്ടായിരുന്നു. ഉപ്പാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ, നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൂടായിരുന്നു, അല്ലെ നമുക്ക് ഇവിടുത്തെ ഡോക്ടറെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൂടായിരുന്നു. അതൊക്കെ അവിടെ ഉണ്ടായിട്ട് അത് ചെയ്യാതെ ഈ സ്വന്തം ശരീരം പ്രവാചകനാകുന്ന മഹാനവറുകൾ മറ്റൊരു പ്രവാചകനും ഉപ്പയുമാകുന്ന ആൾക്ക് ഈ ഒളിഞ്ഞ മാർഗത്തിലുള്ള ചികിത്സയാ ചെയ്യാൻ. ഫലമ്മ അൻജാ അൽ ബഷീർ, സന്തോഷവാർത്തയും അഥവാ ഷർട്ടുമായി വരുന്ന, നൂലിഴകളുമായി വരുന്ന ആ ആൾ വന്നെത്തിയപ്പോൾ എന്തുണ്ടായി? അൽഖാഹു, അത് വെച്ചു, മുത്തങ്ങ് വെച്ചു കൊടുത്തു. ഫർത്തദ്ദ ബസ്വീറാ, ഫാ ചേർത്തിട്ടാ പറയുന്നത്. മധുരയിൽ പോയാൽ സുമ്മർത്തദ്ദാന്നേ പറയുള്ളൂ, മാറിയാൽ തന്നെ ചുരുങ്ങിയത് 3 ആഴ്ചയെങ്കിലും പിടിക്കും. അതുവരേക്കും തീരെ കണ്ണില്ലാത്തവൻ നടക്കുന്ന മാതിരി കരുണാനിധിയുടെ കണ്ണും വെച്ച് നടക്കേണ്ടി വരും. യഅ്ഖൂബ് നബി ഇസ്ലാം കരുണാനിധിയുടെ കണ്ണട വെച്ചിട്ടേ ഇല്ല. ഫർത്തദ്ദ ബസ്വീറാ, തൽക്ഷണം കണ്ണു കാഴ്ച തിരിച്ചു കിട്ടി. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മറുപക്ഷത്തുള്ളവർ പറയും, അത് മഹാനവരുടെ മണമേറ്റപ്പോൾ, മകന്റെ സ്മെല്ലടിച്ചപ്പോൾ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉത്തമ ബോധ്യം വന്നതിന്റെ പേരിൽ കണ്ണിന്റെ കാഴ്ച തെളിഞ്ഞതാണ്. ഇരിക്കട്ടെ, അത്രയും പറഞ്ഞു കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം, ഇന്ന് ഏതെങ്കിലും ഒരു ഉപ്പാക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് മകൻ നഷ്ടപ്പെട്ടു എന്ന് വെക്കുക. എന്നിട്ട് ഉപ്പ വർഷങ്ങളോളം ആ കുട്ടിയുടെ വേർപാടിൽ കരഞ്ഞു കരഞ്ഞ് ഉപ്പായുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നും വെക്കുക. അവസാന നിമിഷത്തിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ ആൾക്ക് തന്റെ മകന്റെ ഷർട്ട് ഇന്ന് കൊണ്ടുവച്ചു കൊടുത്താൽ അതേ ക്രമത്തിൽ യഅ്ഖൂബ് നബിന്റെ അതേ മട്ടിൽ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പു പറയാൻ